രണ്ടാളും ഒന്നിച്ചു വാ. എന്താ മാർക്കോ? കണ്ണൻ സാറ് ഈ വീടിന്റെ താക്കോല് തന്നിട്ട് നിങ്ങളെ ഏൽപ്പിക്കാൻ പറഞ്ഞു. എന്നെ കുറച്ചു മുമ്പ് കണ്ണൻ സാർ വിളിച്ചിരുന്നു. എന്നിട്ട് മാർക്കോയുടെ കയ്യിൽ ഒരു ഗിഫ്റ്റ് കൊടുത്തു വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ഗിഫ്റ്റാണ് ഈ വീട്. ഇത് പ്രമാണം നടത്തിയിട്ടില്ല. ഇത് വാടക വീടല്ല, കണ്ണൻ സാറിന്റെ പേരിലുള്ള വീടാ. ഇത് മഞ്ജുവിന്റെയും സാഗറിന്റെയും പേരിൽ പ്രമാണം ചെയ്യാനാ കണ്ണൻ സാർ തീരുമാനിച്ചിരിക്കുന്നത്. എന്നിട്ട് ഏട്ടൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. മഞ്ജുവിന് ഇതൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി കാണും. അതുകൊണ്ടാ ഹോസ്പിറ്റലിൽ ഇത്രയും നേരം ഉണ്ടായിരുന്നിട്ടും കണ്ണൻ സാറും മഹാലക്ഷ്മിയും മഞ്ജുവിനോട് ഒന്നും പറയാതിരുന്നത്. സ്നേഹിച്ചു കഴിഞ്ഞാ എന്തും കൊടുക്കുന്ന കൂട്ടത്തിലാ അവർ രണ്ടുപേരും. എന്നാ അവർക്ക് ചുറ്റിനുള്ള മറ്റു ചിലർക്ക് അതറിയില്ലെന്ന് മാത്രം. അപ്പോഴേ ഞാനും ലോപ്പസും 1-2 പയ്യന്മാരുമായിട്ട് ഇപ്പൊ നിങ്ങൾ താമസിക്കുന്ന വീട്ടിലേക്ക് വരുന്നുണ്ട്. ഉടനെ തന്നെ നിങ്ങളുടെ അത്യാവശ്യ സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ എല്ലാം നമുക്ക് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അല്ല, നാളെ രാവിലെ തന്നെ രണ്ടാളും കയറി താമസിക്കാൻ തുടങ്ങിക്കോ. ഇത്ര പെട്ടെന്നോ? ഇനി എന്തിനത് മാറ്റി വെക്കുന്നേ? ഇപ്പൊ വാടക വീട്ടിലല്ലേ താമസം, ഇനിയിപ്പോ സ്വന്തം വീട്ടിൽ കയറി താമസിക്കാലോ. അതുപോലെ തന്നെ ചതിയനായ കണ്ണൻ സാറിന്റെ അനിയനെ മഹാലക്ഷ്മി കമ്പനിയിൽ നിന്ന് പുറത്താക്കിയല്ലോ. ആ ഒഴിവിലേക്ക് സാഗറിനെ നിയമിക്കണമെന്ന് അവർക്ക് രണ്ടാൾക്കും വലിയ ആഗ്രഹമുണ്ട്. പറഞ്ഞായിരുന്നു. പക്ഷേ തോമസ് സാറിനെ ഒഴിവാക്കിയിട്ട് ഞാൻ എങ്ങനെയാ മാർക്കോ വരുന്നത്? അല്ല, സാഗറിന്റെ സ്ഥാനത്ത് വേറൊരു നല്ല ഡ്രൈവർ വരുന്നത് വരെ ഞാൻ വേണമെങ്കിൽ സാറിനൊപ്പം പോയിക്കോളാം. എനിക്ക് പകരം മാർക്കോ കാറിന്റെ വളയം പിടിക്കുകയാണെങ്കിൽ സാറിനത് വലിയ സന്തോഷമായിരിക്കും. വിശ്വസിക്കാൻ കൊള്ളാവുന്നവരെയൊക്കെ കമ്പനിയിൽ വെക്കാനാ കണ്ണൻ സാറിന്റെ തീരുമാനം. നിങ്ങൾക്കറിയാലോ, എന്നോട് ലോപ്പസിനോടൊക്കെ പറയുന്നുണ്ട് ഫിനാൻസിയേഴ്സിലോ കൺസ്ട്രക്ഷൻ കമ്പനിയിലോ ഒക്കെ കയറാൻ. പക്ഷേ ഞങ്ങൾക്കിങ്ങനെ ഫുൾ ടൈം ഒരിടത്തിരുന്ന് ജോലി ചെയ്ത് ശീലമില്ല. അതുകൊണ്ട് തൽക്കാലം മാറി നിൽക്കാം. എന്നാ പിന്നെ രണ്ടാളും വാ. സാഗറെ, ഐശ്വര്യമായിട്ട് ഫ്രണ്ട് ഡോറ് തുറന്ന് രണ്ടാളും അകത്തേക്ക് ഇറക്കും. വാ. എങ്ങനെ? സംഗതി പഴയ വീട് പോലെ അല്ലല്ലോ, വിശാലമല്ലേ? ഞങ്ങൾക്ക് രണ്ടാൾക്കും താമസിക്കാൻ ഇത്രയും വലിയ വീട് വേണ്ടായിരുന്നു. അതെ, കോടീശ്വരനായ കണ്ണൻ സാറിന്റെ പെങ്ങളാണ് മഞ്ജു, സാഗർ അളിയന്. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് അളിയന് കാര്യമായിട്ടൊന്നും തന്നിട്ടില്ലല്ലോ. അതിന് പകരം നിങ്ങൾക്ക് ഈ വീട് തന്നെന്ന് കൂട്ടിക്കോ. അപ്പോഴേ നാളെ രാവിലെ തന്നെ പാല് കാച്ചി താമസം തുടങ്ങണം. അതിനി പ്രത്യേകിച്ച് മുഹൂർത്തം ഒന്നും നോക്കണ്ട. എന്നാ പിന്നെ ഞാൻ ആ സാധനങ്ങൾ എടുക്കാൻ പയ്യന്മാരെ അറേഞ്ച് ചെയ്യാം. ശരി. എനിക്കൊരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷയില്ല മഞ്ജു. എനിക്കും ഇതേപ്പറ്റി ഒരു സൂചന പോലും തന്നില്ല സാഗരേട്ടാ. മോളെ, പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ.
കരുണ വന്നിരുന്നു. മഞ്ജുവളെ തല്ലിയ പറഞ്ഞു വിട്ടത്. അതിനു പിന്നാലെ അവളുടെ അമ്മായിയമ്മയും വന്നതാണോ തെറ്റുകൾ ഏറ്റു പറഞ്ഞിട്ട് അവസാനം ചതിക്കാനായിട്ട്? മോളുടെ അമ്മയല്ലേ ഇവിടെ നിൽക്കുന്നെ? ഞാൻ ചെയ്ത തെറ്റിന് മോക്കെന്നെ എന്ത് വേണേലും ചെയ്യാം, എന്ത് വേണമെങ്കിലും പറയാം. കാരണം കണ്ണനൊരു കൂട്ടെന്ന് കരുതി മാത്രമാ മോളെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ നിലവിളക്ക് കൊളുത്തി സ്വീകരിച്ചത്. അന്ന് തൊട്ട് എന്റെ ഇളയ മോനും മരുമോളും അതുപോലെ തന്നെ എന്റെ ആങ്ങളെയും മേഘനാഥനും ഒക്കെ പറയുന്ന കേട്ടിട്ടാ ഞാൻ എല്ലാം ചെയ്തത്. അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടി. മോളെ, നീ കണ്ണനോടൊന്ന് ചോദിക്ക്, എപ്പോഴെങ്കിലും കണ്ണന്റെ അച്ഛനെ ഞാൻ സ്നേഹിക്കാതെ ഇരുന്നിട്ടുണ്ടോന്ന്. കണ്ണേട്ടന്റെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോ അമ്മ നല്ല അമ്മയായിരുന്നു എന്ന് കണ്ണേട്ടൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം മറ്റുള്ളവരെ പോലെ സ്വത്തിൽ മാത്രമായിരുന്നു അമ്മയുടെ കണ്ണ്. മോളെ, ആ സ്വഭാവമൊക്കെ പോയി. കേവലം സ്വത്തിനും പണത്തിനും ആഗ്രഹിച്ച് നടന്നിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി മോളെ. കണ്ണനോളം നന്മ ആർക്കുമില്ല. ആ തിരിച്ചറിവ് എനിക്കിപ്പോ ഉണ്ട് മോളെ. ഇനി ഇതുപോലെ അഭിനയിക്കണമെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞു തന്നത്? ഉണ്ണിയാണോ കരുണയാണോ? കണ്ണനും ലക്ഷ്മിയും കരുണയെ ഇനി വീട്ടിനകത്ത് കയറ്റണ്ടെന്ന് പറഞ്ഞാ ഞാൻ അതിനൊപ്പം നിൽക്കും. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കേൾക്കുമ്പോ ഒരു സുഖമുണ്ട്. പക്ഷെ ഇതുവരെ പറഞ്ഞതൊന്നും നിങ്ങൾ ആരും പാലിച്ചിട്ടില്ല. ഉണ്ണിയെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ടു. മേഘനയും അവന്റെ അച്ഛനെയും അങ്ങനെ തന്നെ. പക്ഷെ ആർക്കും കണ്ണേട്ടൻ സാലറി കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ പക്ഷെ മേഘന്റെയും അവന്റെ അച്ഛന്റെയും എല്ലാ ആനുകൂല്യങ്ങളും കട്ട് ചെയ്തു. എന്നാൽ ഉണ്ണിക്ക് ഒരു സാലറി കൊടുക്കുന്നുണ്ട്. മോളെ, അതും കൊടുക്കണ്ട. അവൻ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതല്ലേ, എവിടെയെങ്കിലും പോയി ജോലി കണ്ടെത്തട്ടെ, അധ്വാനിച്ച് ജീവിക്കട്ടെ. അമ്മ നൊന്തു പ്രസവിച്ച മക്കളെ പോലെ കണ്ണേട്ടനെ സ്നേഹിക്കാൻ പറ്റുമോ? എന്നെ സ്വന്തം മരുമകളായിട്ട് കാണാൻ പറ്റുമോ? അത്രത്തോളം നിങ്ങളുടെ മനസ്സ് വളർന്നോന്നാ എന്റെ മോള് ചോദിക്കുന്നത്. മോളെ, എനിക്കിനി ആരെയും ബോധ്യപ്പെടുത്താനില്ല. മോളുടെ ഭാഗത്തും കണ്ണന്റെ ഭാഗത്തുമാണ് ശരിയെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ അതുകൊണ്ട് എനിക്ക് തകർച്ച മാത്രമേ ഉണ്ടാവൂ. എനിക്ക് മാത്രമല്ല, നിങ്ങളെ ശത്രുക്കളായിട്ട് കാണുന്ന എല്ലാവർക്കും. ഒരു സമയത്ത് കണ്ണന്റെ അച്ഛന് മാത്രമല്ല, കണ്ണനെ എനിക്ക് ജീവനായിരുന്നു. കണ്ണൻ ഇഷ്ടമുള്ളത് ഉണ്ടാക്കിയിട്ട് മാത്രമേ എന്റെ മക്കൾക്ക് പോലും വെച്ച് വിളമ്പിയിട്ടുള്ളൂ. അത് കണ്ണനോട് ചോദിച്ചാ മോൾക്ക് മനസ്സിലാവും. അതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ അതേ അമ്മ തന്നെയാ ആക്സിഡന്റിന് ശേഷം തളർന്നു കിടന്ന കണ്ണേട്ടന് മരുന്ന് മാറ്റിക്കൊടുത്തത്. മോളെ, അതെന്റെ ആങ്ങളെ പറഞ്ഞിട്ട് ഞാൻ ചെയ്തു പോയതാ. നിങ്ങൾക്ക് കണ്ണനോടും കണ്ണന്റെ അച്ഛനോടും ഒക്കെ ഭയങ്കര സ്നേഹമായിരുന്നു എന്നല്ലേ പറഞ്ഞത്? അങ്ങനെയുള്ള ഒരു അമ്മയ്ക്ക് അങ്ങനെ മരുന്ന് മാറ്റി കൊടുക്കാൻ പറ്റുമോ? കണ്ണനെ മൂത്ത മോനായിട്ട് കണ്ടിരുന്നെങ്കിൽ കണ്ണൻ തളർന്നു കിടക്കട്ടെ എന്ന് കരുതാൻ പറ്റുമോ? മക്കളെ സ്നേഹിക്കുന്ന ഒരമ്മയ്ക്കും അതിന് കഴിയില്ല. എന്നാ എന്റെ തലച്ചോറിന് അതുപോലെ ഇളക്കി മറിച്ചു ഇപ്പൊ ജയിലിൽ കിടക്കുന്ന എന്റെ ആങ്ങള. കരുണയുടെ അച്ഛന് ആങ്ങളെ കൊട്ടേഷൻ കൊടുത്ത കാര്യം അമ്മയോട് പറഞ്ഞിരുന്നില്ലേ? ആ ഗൂഢാലോചനയിൽ അമ്മയും പങ്കുകൊണ്ടിട്ടില്ലേ? അയ്യോ മോളെ, അത് മാത്രം പറയല്ലേ. വിശ്വേട്ടൻ മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കോ? നിങ്ങളൊക്കെ പറയുന്നത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാ ഇതുപോലുള്ള സംശയങ്ങളൊക്കെ ഇവിടെ ചോദിക്കുന്നത്. ഇനി നിങ്ങളൊക്കെ എത്ര സംശയിച്ചാലും ശരി, മോളെ, പഴയ ദുർഗയിലേക്ക് ഇനിയൊരു തിരിച്ചുപോക്ക് എനിക്കില്ല. ദേവിയുടെ പേരും ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തികളുമായിരുന്നു കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് എന്റേത്. അതിൽ നിന്ന് എനിക്കൊരു മോചനം വേണം.
പഴയ ദുർഗ മരിച്ചുപോയെന്ന് കരുതിക്കോ മോളെ. എന്നോട് നിങ്ങൾ ഇറങ്ങി പോകാൻ പറയുകയാണെങ്കിൽ ഏതെങ്കിലും അനാഥാലയത്തിൽ പോയി കിടക്കാൻ ഞാൻ ഒരുക്കുക. കാരണം കണ്ണന്റെ ചെലവിൽ കഴിയാനുള്ള അർഹത പോലും എനിക്കില്ല. എല്ലാ പ്രതിസന്ധികളെ അതിജീവിച്ച് നല്ലൊരു കുഞ്ഞ് മോൾക്ക് ജനിച്ചല്ലോ. അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. കുഞ്ഞിന്റെ കഴുത്തിൽ ഒരു ചെറിയ മറുകുണ്ട്. മോള് വളരും തോറും അത് കഴുത്തിൽ പടരുമെന്ന ഡോക്ടർ പറഞ്ഞത്. ഇവളുടെ ഉള്ളിൽ വിഷം ചെന്നതുകൊണ്ട് കുഞ്ഞിന് അങ്ങനെ കഴുത്തിലൊരു പാട് വന്നത്. എത്ര തവണയാ അമ്മയും കുഞ്ഞിനെ നിങ്ങളെ കൊല്ലാൻ നോക്കിയത്. സാരമില്ല, ഈ പറഞ്ഞതൊക്കെ അങ്ങനെ തന്നെ പാലിച്ചാ മതി. കരുണ മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവളുടെ അച്ഛനും മുത്തശ്ശിയും കൂടെ അവളെ അങ്ങനെയാ വളർത്തിയത്. പക്ഷെ ഉണ്ണിയെ പറഞ്ഞു തിരുത്താൻ ശ്രമിച്ചാൽ അവന് കരുണയെ മാറ്റിയെടുക്കാൻ പറ്റിയേക്കും. അതുകൊണ്ട് കണ്ണേട്ടന്റെ സ്വത്തിനേക്കാൾ കണ്ണേട്ടനെ സ്നേഹിക്കാൻ പറ. ലേഖയെ അനന്തവേട്ടനുമായി എനിക്കും കണ്ണേട്ടനും രക്തബന്ധമൊന്നുമില്ല. വെറും സൗഹൃദം മാത്രമേ ഉള്ളൂ. പക്ഷെ സ്വന്തം കൂടപ്പിറപ്പുകൾ പോലും ഇങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കില്ല. സ്വന്തം ജോലി പോലും വേണ്ടെന്ന് വെച്ചിട്ടാ അനന്ത് നാട്ടിൽ വന്ന് നിൽക്കുന്നത്. അവനെ കുറിച്ച് കൂടുതലൊന്നും പറയണ്ട. ഞാൻ കണ്ണന്റെ വീട്ടിൽ വന്ന കാലം മുതൽ കാണുന്നതല്ലേ ഞാൻ അവനെ. ഒരനിയന്റെ സ്നേഹം കണ്ണന് കിട്ടിയിട്ടില്ല. അതിനു പകരം ദൈവം കണ്ണന് കൊടുത്തതാ അനന്തുവിനെ. മോളെ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ എന്നെ സംശയമില്ലെങ്കിൽ കുഞ്ഞിനെ മോളെ ഞാൻ നോക്കിക്കോളാം. ഇടയ്ക്ക് ഞാൻ വരാം മോളെ. മോഹിനിയോട് എനിക്കൊരു നന്ദി പറയാനുണ്ട്. മോഹിനി വളർത്തിയ കുഞ്ഞ മഹാലക്ഷ്മി. അതിന്റെ എല്ലാ ഗുണങ്ങളും നിങ്ങളുടെ മൂത്ത മോൾക്കുണ്ട്. എന്നാ പ്രതാപനും അയാളുടെ അമ്മയും കൂടി വളർത്തിയ എന്റെ മരുമോള് വഴിതെറ്റിപ്പോയി. വിശ്വസിക്കാമോ ഇവരെ? ഒന്നും അറിയില്ല അമ്മേ. അവര് പറഞ്ഞ ഒരു കാര്യം സത്യമാ. അവരെ കണ്ണേട്ടന്റെ അച്ഛൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്നതിന് ശേഷം ആ അച്ഛൻ മരിക്കുന്നത് വരെ കണ്ണേട്ടനോടും കണ്ണേട്ടന്റെ അച്ഛനോടും അവർക്ക് വലിയ സ്നേഹമായിരുന്നു. ഒരു ആക്സിഡന്റോടെയാ ആ സ്വഭാവം മാറി മറിഞ്ഞത്. രാക്ഷസനെ പോലെ ഒരാങ്ങളെ കൂടെയുള്ളപ്പോ അങ്ങനെ സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ആരാ? ഓ, നിങ്ങളായിരുന്നു. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്റെ കുഞ്ഞിനെ കൊല്ലാനോ? ആരാ സാഗരേട്ടാ? വന്നു നോക്ക്. കാഴ്ച കാണാൻ കൊള്ളാത്തവരൊക്കെ വന്നിട്ടുണ്ട്.
അമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ആരെ കാണാനാ? ആരെയും കാണാനല്ല, നിന്റെ വയറ്റിനകത്ത് ഇപ്പൊ ഒരു കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കളയണോന്ന് നിന്റെ അച്ഛന്റെ കൊലയാളി വാമദേവൻ പറഞ്ഞിട്ടുണ്ടാവും. ഹ്. ആങ്ങളെ അനുസരിക്കുന്ന പെങ്ങളല്ലേ? മോളുടെ അച്ഛനെ കൊന്നത് അവനാണെന്ന് അറിഞ്ഞ ശേഷം അവനും അവന്റെ കുടുംബമായിട്ടുള്ള എല്ലാ ബന്ധവും ഞാൻ അവസാനിപ്പിച്ചിരിക്കുക. ഞാൻ അമ്മയോട് പറഞ്ഞതാ മേലിൽ ഇനി ഇങ്ങോട്ട് വരരുതെന്ന്. പിന്നെ എന്തിനാ വരുന്നേ? ആരെ കാണാനാ? ഈ നിൽക്കുന്ന എന്റെ ഭർത്താവ് നമ്മുടെ തറവാട്ടിലേക്ക് വരുന്നത് പോലും അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ. സാഗരേട്ടന്റെ മുഖം കാണുന്നത് പോലും താല്പര്യമില്ലാത്ത കൂട്ടത്തിലാ എന്റെ അമ്മ. പിന്നെ ഞങ്ങളുടെയൊക്കെ മുഖം കാണാനായിട്ട് എന്തിനാ ഇങ്ങോട്ട് വന്നേന്നാ ചോദിച്ചത്. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടാ വരുന്നത്. ഓ, എന്നിട്ട് അവിടെ ഉള്ളവരെല്ലാം അമ്മയെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചോ? അതീ നിപ്പ് കണ്ടാ അറിയില്ലേ ആട്ടി പായിച്ചു കാണൂന്ന്. അതൊക്കെ അവിടെ നിക്കട്ടെ. പ്രതാപന്റെ മോളെ വീണ്ടും ഉണ്ണിയേട്ടൻ തിരികെ വിളിക്കാൻ പോവാണോ? കണ്ണേട്ടനോട് സംസാരിച്ചപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. മോളെ, ഞാനതിനെതിരാ. പിന്നെ എന്തിനാ അയാൾ അവളെ കൂട്ടിക്കൊണ്ടുവരുന്നേ? അതേപ്പറ്റിയൊന്നും എനിക്കറിയില്ല മോളെ. നിന്റെ അമ്മയ്ക്ക് ഒന്നും അറിയില്ല. ഇവർക്ക് ഇവരുടെ ഇളയ മരുമകളെ തള്ളിക്കളയാനൊന്നും പറ്റില്ല. മൂത്ത മരുമൊക്കെ എന്ത് സംഭവിച്ചാലും ശരി, ഇളയ മരുമകൾ മോനുമായിട്ട് ഒന്നിച്ച് ജീവിക്കണം. അങ്ങനെ ചിന്തിക്കുന്ന ഒരു അമ്മയാ നിന്റെ ഈ അമ്മ. ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയുമായിരുന്നല്ലോ, നിന്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ അത് കിട്ടിയേനെ ഇത് കിട്ടിയേനെ എന്നൊക്കെ. ആ ഭാഗ്യം അമ്മയ്ക്ക് ഇല്ലാതാക്കിയതേ അമ്മയുടെ സ്വന്തം ആങ്ങളെയാ. പ്രതാപം പൈസയ്ക്ക് വേണ്ടിയാ ലോറി ഇടിച്ച് അച്ഛനെ കൊന്നത്. അല്ലാതെ അച്ഛനുമായിട്ട് അയാൾക്ക് മുൻ വൈരാഗ്യം ഒന്നുമില്ല. ഇവിടെ യഥാർത്ഥ പ്രതി സ്വന്തം ആങ്ങള തന്നെയാ. അങ്ങനെ ഒരുത്തൻ ജയിലിൽ നിന്ന് മടങ്ങി വന്നാലും ശരി, അമ്മ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. കാരണം അച്ഛനെക്കാളും അമ്മയ്ക്ക് സ്നേഹമാ സ്വന്തം ഏട്ടനെ. ഒരിക്കലും ഇല്ല മോളെ. അവനെ ഇനി നമ്മുടെ വീടിന്റെ മുറ്റത്ത് പോലും ഞാൻ കേട്ടിട്ടില്ല. ഇതൊക്കെ സത്യമാണെന്നേ ഞങ്ങൾക്ക് ബോധ്യപ്പെടട്ടെ. എന്നിട്ട് അമ്മയെ സ്നേഹിക്കാൻ ശ്രമിക്കാം. തൽക്കാലം സ്വന്തം നിലനിൽപ്പിന് വേണ്ടി, സ്വന്തം മകളുടെയും മരുമോന്റെയും നല്ല ഭാവിക്ക് വേണ്ടി ഇവിടെയും ഏട്ടത്തിയുടെ അടുത്തേക്ക് ഒന്നും പോവാൻ നിക്കണ്ട. ഞങ്ങൾക്കൊക്കെ കുറെ അബദ്ധങ്ങൾ പറ്റി. ഇനി മനുഷ്യത്വം ഇല്ലാത്ത അമ്മയെ അകത്തേക്ക് സ്വീകരിച്ചിരുത്താൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. അതുകൊണ്ട് അമ്മ പോവാൻ നോക്ക്. പോവാനല്ലേ പറഞ്ഞത്? മോളെ, മോള് നല്ല ഭക്ഷണം കഴിക്കണം, ശരീരം നോക്കണം. അതൊക്കെ നോക്കാനും കഴിപ്പിക്കാനൊക്കെ ഇവിടെ ആളുണ്ട്. നിങ്ങൾ പോയേ. അമ്മയും ഉണ്ണിയേട്ടനും കരുണയൊക്കെ നമ്മളെ സ്നേഹിക്കുന്നത് കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാ. എന്നെ എന്റെ അമ്മ കൊല്ലില്ല, പക്ഷേ എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയും സാഗരേട്ടനെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടി അമ്മ എന്തും ചെയ്യും. അതാ എന്റെ പേടി. ഇതൊക്കെ ഞാൻ ഇന്നലെ ലോക്കറിൽ നിന്ന് എടുത്തോണ്ട് വന്നതാ.
കരുണമോളോട് പറഞ്ഞിട്ടില്ല. ഇനി ഇതൊക്കെ മോന്റെ ലോക്കറിലോട്ട് വെച്ചോ. അല്ല, ഇതൊന്നും വേണ്ടായിരുന്നു. മോനെ, എന്റെ കൊച്ചുമോളെ, നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞിനെ ഇനി നോക്കേണ്ടത് നീയാ. അപ്പോ നിന്റെ കയ്യിലും എന്തെങ്കിലുമൊക്കെ നല്ല സമ്പാദ്യം വേണം. ഇപ്പൊ നിനക്ക് ജോലിയില്ലെങ്കിലും നിന്റെ ചേട്ടന്റെ കൃപയിലാ നീ ഇപ്പൊ ജീവിക്കുന്നത്. പ്രതാപം മോന്റെ അച്ഛനെ കൊല്ലുകയും അതുപോലെ തന്നെ ലക്ഷ്മിയെ കരുണ തള്ളി താഴെയിടുകയൊക്കെ ചെയ്തതുകൊണ്ടേ ഇനി അങ്ങോട്ട് കണ്ണനും ലക്ഷ്മിയും നിന്നോട് ദയവ് കാണിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ വന്ന നിങ്ങൾക്ക് ജീവിക്കണ്ടേ? അതുകൊണ്ടാ ഞാൻ എന്റെ പേരിൽ മുത്തശ്ശിയോട് പ്രമാണം ചെയ്യാൻ പറഞ്ഞത്. ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് ഇറക്കി വിട്ടാ ഞങ്ങൾക്കിപ്പോ കയറി വരാൻ ഒരു വീടായല്ലോ. പക്ഷെ മോനെ, നീ ഇതൊന്നും കരുണയോട് പറയണ്ട. അത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു മുത്തശ്ശിയോട്. അവളിതൊന്നും അറിയേണ്ട കാര്യമില്ല. എന്നാ പിന്നെ ഇത് പിടിച്ചോ. എന്നിട്ട് ഐശ്വര്യമായിട്ട് കാറിൽ കൊണ്ടുവച്ചോ. മോന് പ്രത്യേക ലോക്കറൊക്കെ ഉണ്ടല്ലോ അല്ലേ? അതൊക്കെ ഉണ്ട്. പിന്നെ ഇത് വിൽക്കണമെങ്കിലും പ്രയാസമൊന്നുമില്ല. ഞങ്ങൾക്ക് ജ്വല്ലറി ഉണ്ടല്ലോ. അതിനത് നിന്റെ ജ്വല്ലറി അല്ലല്ലോ. അല്ല, എന്റെ ജ്വല്ലറി അല്ലെങ്കിലും സ്വർണം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാ അത് ഏത് ജ്വല്ലറി ആണെങ്കിലും വാങ്ങത്തില്ലേ? എല്ലാം 916. പഴയ സ്വർണമെല്ലാം മാറ്റി വാങ്ങിച്ചത്. മോനറിയാലോ, കരുണമോക്ക് ഞാൻ ഒരുപാട് സ്വർണമൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ളതായി ഇതൊക്കെ. ഇനിയിപ്പോ എന്റെ കാതിലും കഴുത്തിലും കയ്യിലും ഒക്കെ ഉള്ളതേ ഉള്ളൂ. മുത്തശ്ശി വിഷമിക്കണ്ട. മുത്തശ്ശിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാ ഉറപ്പായിട്ടും ഞാൻ എടുത്തുണ്ടാവും. മോൻ എന്റെ അടുത്തില്ലെങ്കിലും എന്റെ കൊച്ചുമോളുടെയും അവക്ക് ജനിക്കുന്ന കുഞ്ഞിന്റെ അടുത്ത് എപ്പോഴും ഉണ്ടാവണം. ഒരിക്കലും എന്റെ മോളെ മോൻ തള്ളിക്കളയരുത്. ഇല്ല മുത്തശ്ശി വാ. കണ്ണേട്ടന്റെ അച്ഛന്റെ മരണം മഞ്ജുവിന്റെ അമ്മയെ തളർത്തിയിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നേ. അതേ രീതിയിൽ തന്നെയാണ് ഉണ്ണിയും ചിന്തിക്കുന്നതെങ്കിൽ ഇനി കരുണയെ പറഞ്ഞു തിരുത്താൻ അവരൊക്കെ ശ്രമിക്കുമായിരിക്കും അല്ലേ അമ്മേ? അതൊക്കെ ശരിയാ മോളെ. ഇനി അവന്റെ അച്ഛന്റെ കൊലയാളിയുടെ മോളെ ഉണ്ണി വിളിക്കൂ. അവനതിനൊക്കെ മനസ്സ് കാണിച്ചാലും അതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമൊക്കെ കാണും. നല്ല സങ്കടമുണ്ട് മോളെ അവളുടെ കാര്യം ആലോചിച്ചിട്ട്. എങ്ങനെ അവളെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റും? ഇനിയൊരു കുഞ്ഞൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ അവളും ഒരു അമ്മയാ. ഒരു കുഞ്ഞിനെ വളർത്താനുള്ള പക്വതയൊന്നും അവൾക്കില്ല. ഇനിയിപ്പോ അവളെപ്പോലെ തന്നെയാ അവൾ ആ കുഞ്ഞിനെ വളർത്തുന്നതെങ്കിൽ അതുകൊണ്ട് അവൾക്ക് പോലും ഒരു പ്രയോജനം ഉണ്ടാവില്ല. അമ്മേ, ഞാൻ എത്തിയല്ലോ. ഇനി അമ്മ പൊക്കോ. ഞാൻ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാ മോളെ? ലേഖ വന്നു കഴിഞ്ഞാലേ ലേഖയ്ക്ക് തന്നെ കുഞ്ഞിനെ എടുക്കുകയും കൊഞ്ചിക്കുകയും ഒക്കെ വേണം. അതുകൊണ്ട് അമ്മയോട് പോവാൻ പറയുന്നേ. അയ്യോ അല്ലമ്മേ. അല്ലാന്ന് പറഞ്ഞാലും എനിക്കറിയാലോ ആണെന്ന്. എന്നാ പിന്നെ ഞാൻ പോയി രാത്രിയിലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവരാം. അമ്മ, ഇവിടുന്ന് മഹിയെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാലേ ഞാൻ എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും കേട്ടോ. കൂട്ടിക്കൊണ്ടു പോണ്ടെന്ന് ആരും പറഞ്ഞില്ലല്ലോ. പക്ഷേ നൂലുകെട്ട് കഴിഞ്ഞ അമ്മയും മോളും കണ്ണന്റെ വീട്ടിലേക്ക് പോയില്ലേ? അമ്മ ആത്മാർത്ഥമായിട്ട് പറ, അങ്ങനെ ഒരു കുടുംബത്തിലേക്ക് അമ്മയുടെ മോളും കൊച്ചുമോളും പോണോന്ന് അമ്മ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഉണ്ണിയുടെ അമ്മ ഇപ്പൊ എല്ലാവരുടെയും മുന്നിൽ വന്ന് നിന്ന് കരയുന്നുണ്ട്. പക്ഷേ അതൊക്കെ ആത്മാർത്ഥമാണോന്നറിയാതെ അങ്ങോട്ട് പോകുന്നത് വലിയ അപകട. എന്ന് മാത്രല്ല, കരുണയെ അങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവളുടെ മുത്തശ്ശി പരമാവധി ശ്രമിക്കുന്നുമുണ്ട്.
കരുണയും ഉണ്ണിയുള്ള വീട്ടില് എത്രത്തോളം അമ്മയും മോളും സുരക്ഷിതരായിരിക്കുമെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കണ്ണേട്ടനോട് പറഞ്ഞത് കുറച്ചു നാളും കൂടി മഹി മോളും എന്റെ അടുത്ത് നിൽക്കട്ടെ എന്ന്. അതിനകത്ത് കുറച്ച് സ്വാർത്ഥത ഉണ്ടെന്ന് കൂട്ടിക്കോ. എന്തായാലും ആ സ്വാർത്ഥത കൊണ്ട് രണ്ടാൾക്കും ദോഷമൊന്നും ഉണ്ടാവില്ലല്ലോ അമ്മേ. കണ്ണൻ എന്തു പറയുന്നോ അതുപോലെ കേൾക്കും ലക്ഷ്മി മോള്. അതുകൊണ്ട് കണ്ണനോട് മോളും അനന്തവും സംസാരിക്കേ. ഉം, എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം മോളെ. ഉം. കുറച്ചു നാൾ കഴിയുമ്പോ ഞങ്ങൾ ജർമ്മനിയിലേക്ക് തിരിച്ചു പോകും. പോകുന്ന സമയത്ത് നിങ്ങളും കൂടെ ഉണ്ടാവണമെന്നുണ്ട്. ഈ ബിസിനസ് ഒക്കെ മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് കണ്ണേട്ടം വരുന്ന ലേഖയ്ക്ക് തോന്നുന്നുണ്ടോ? കണ്ണേട്ടന്റെ അച്ഛനും കണ്ണേട്ടനുമായിട്ട് ഒരു 10-15 തലമുറയ്ക്ക് കഴിയാനുള്ള സമ്പത്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ കാര്യം അങ്ങനെ തന്നെയാ. പിന്നെ ഇവിടെ ഇപ്പൊ ബിസിനസ് ഒക്കെ നോക്കാൻ ആൾക്കാരുണ്ടല്ലോ. കള്ളന്മാരെയൊക്കെ മാറ്റി നിർത്തിയേക്കുമല്ലേ. അമ്മ പറഞ്ഞതുപോലെ കണ്ണേട്ടനെ നിങ്ങളൊക്കെ എന്ത് തീരുമാനിക്കുന്നോ അതിനൊപ്പം ഞാൻ നിൽക്കും. നോക്കട്ടെ കണ്ണേട്ടനെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന്. വാവേ, ഓ ഒക്കായോ? മോനെ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. എന്റെ സകല സ്ഥാപന ജംഗമ വസ്തുക്കളെല്ലാം നിനക്ക് തന്നിരിക്കുക. ഇനി എന്റെ കുഞ്ഞിനെ വിഷമിപ്പിക്കരുത്. അതുപോലെ തന്നെ പ്രതാപനാണ് നിന്റെ അച്ഛനെ കൊന്നതെന്ന് അറിഞ്ഞതോടെ നിന്റെ അമ്മയ്ക്ക് പോലും അറിയാലോ. കരുണമോളോടും എന്നോടും ഒക്കെ തീർത്താ തീരാത്ത ദേഷ്യം. അതുകൊണ്ട് മോളെയും കൂട്ടി അങ്ങോട്ട് ചെല്ലുമ്പോ അവിടെ സംസാരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഞങ്ങളവിടെ കയറ്റിയില്ലെങ്കിൽ ഇപ്പൊ ഞങ്ങൾക്ക് കയറി കിടക്കാൻ ഒരു വീടുണ്ടല്ലോ. എന്നാലും അവിടുന്ന് രണ്ടാളും ഇവിടെ വന്ന് നിൽക്കുന്ന മോശമല്ലേ മോനെ? അത് എന്നെ പ്രതാപന്റെ അച്ഛൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന വീടാ. അവിടെ എന്റെ ബന്ധുക്കളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അസൂയക്കാരായ അയൽക്കാരും. അവരെ കൊണ്ട് എന്തിനാ മക്കളെ വെറുതെ ഓരോന്നൊക്കെ പറയിപ്പിക്കുന്നത്? ഗത്യന്തരമില്ലാതെ വന്നാലേ ഞാൻ അങ്ങോട്ട് വരും. ഓ, അത് മോള് റെഡിയായിട്ടിരിക്കുക. വാ മോളെ. മുത്തശ്ശി പോയത് ഉണ്ണിയേട്ടനെ കൂട്ടിക്കൊണ്ടുവരാനാ? അല്ലല്ല, ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിക്ക് മോനെ കണ്ടതാ. മോളെ, പിന്നെ പോകുന്നതൊക്കെ കൊള്ളാം. ഇനിയെങ്കിലും അടങ്ങി ഒതുങ്ങി അവിടെ നിൽക്കണം കേട്ടോ. അമ്മയേട്ടനെ നിന്നെ അവിടെ കേട്ടുവെന്ന് എനിക്കറിയില്ല. പിന്നെ എൻ്റെ ഒരു കുഞ്ഞിന്റെ വയറ്റിലുണ്ടല്ലോ. അതുകൊണ്ടാ ഞാൻ എല്ലാം മറന്ന് നിന്നെ തിരികെ വിളിക്കാന്ന് കരുതിയത്. അല്ലാതെ ഞാൻ സ്വത്തും സ്വർണ്ണവും തന്നുകൊണ്ടല്ല. അല്ലേടാ മോളെ, മോളെ മോളുടെ അമ്മായിയമ്മ ഒന്ന് തല്ലിയാലും മോള് തിരിച്ച് പ്രതികരിക്കാനൊന്നും പോകണ്ട. അവിടെയുള്ളവർ എന്തെങ്കിലുമൊക്കെ പറയുവാണെങ്കിൽ മോളങ്ങ് കരഞ്ഞേക്കണം. അതുപോലെ തന്നെ ആരോടും വഴക്കിനൊന്നും പോകരുത്. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ആ വീട് കണ്ണന്റെയും ലക്ഷ്മിയുടെയും പേരില. അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടാൾക്കും അവിടെ അധികാരം കാണിക്കാൻ ഒന്നും പറ്റത്തില്ല. അത് മനസ്സിലാക്കിയിട്ട് മോളുടെ കാര്യം നോക്കി ജീവിച്ച വലിയ പരിക്കില്ലാതെയൊക്കെ അങ്ങ് പോകാം. അതുപോലെ തന്നെ
കേസൊക്കെ നടക്കുമ്പോഴേ മോള് കണ്ണന്റെ ലക്ഷ്മിയുടെ ഒക്കെ കൈയും കാലും പിടിച്ചു നിന്ന ചെലപ്പോ കണ്ണൻ കേസ് പിൻവലിച്ചെന്നും വരാം. അങ്ങനെയാണെങ്കിൽ കേസ് നടത്തി പൈസ പോകത്തില്ലല്ലോ. എന്റെ കയ്യിലാണെങ്കിൽ ഇനി കാലണയില്ല, ഒരു തുണ്ട് ഭൂമിയില്ല. പിന്നെ മുത്തശ്ശിയുടെ വീടും പറമ്പും സ്വർണമൊക്കെ എവിടെ പോയി? ആ, 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 അതൊക്കെ ഉണ്ട്. എന്നാലും കേസ് നടത്തണമെങ്കിൽ അതൊന്നും പോരാ. അതിനേക്കാളും വലിയ തുക വേണം. നീ റെഡിയായി നിൽക്കല്ലേ? അതെ. എന്നാ പിന്നെ പോവാം. ആ, ഞാൻ പോയി ബാഗ് എടുത്തിട്ട് വരാം. ഓ, ഓ. ഉണ്ണിക്കുട്ട, മോനെ അറിയാലോ, കരണമോള് പോലും അറിയാതെയാ ഞാൻ എല്ലാം നിനക്ക് തന്നത്. പ്രതാപനോട് പോലും ഒരു വാക്ക് ചോദിച്ചിട്ടില്ല. ഞാനും അവനും ജീവിക്കുന്ന തന്നെ ആ പോയവൾക്ക് വേണ്ടിയിട്ടാ. അവൾക്ക് സുഖവും സന്തോഷവും കിട്ടിയില്ലെങ്കിൽ സ്വസ്ഥമായിട്ടൊന്നും മരിക്കാൻ പോലും എനിക്ക് പറ്റില്ല മോനെ. അതുകൊണ്ട് മോൾ അവിടെ വന്നു കഴിഞ്ഞാ മോളെ ആരൊക്കെ വേദനിപ്പിച്ചാലും കൂടെ നിൽക്കണേ. മോനെ അവളെ സങ്കടപ്പെടുത്തല്ലേ. മുത്തശ്ശി എന്നോട് ഇത്രയും സ്നേഹം കാണിച്ച സ്ഥിതിക്ക് ഞാൻ അവളെ ഒരു കാരണവശാലും കഷ്ടപ്പെടുത്തില്ല. ആ, അത് മതി മതി. എന്തിനാണോ ഇത് തടയുന്നത്? ഇറങ്ങി വാടി ഇങ്ങോട്ട്. ഇറങ്ങാൻ. നീ ഇറങ്ങടാ. എങ്ങോട്ട് പോവാ? ചോദിച്ചത് കേട്ടില്ലേ? എങ്ങോട്ട് പോവാണെന്ന്. അത് പിന്നെ ഉണ്ണിയേട്ടന്റെ വീട്ടിലേക്ക്. അത് ഉണ്ണിയേട്ടന്റെ വീടല്ല, കണ്ണൻ സാറിന്റെയും മഹാലക്ഷ്മിയുടെയും വീടാ. അവിടോട്ടെന്തിനാ നീ പോകുന്നേ? ഇനി ആരെ കൊല്ലാനാടി? എടാ, നിനക്ക് നാണോ മാനോ ഇല്ലേടാ പ്രതാപന്റെ മോളെ വീണ്ടും തിരിച്ചുകൊണ്ടുവരാൻ? അച്ഛനെ കൊന്നവന്റെ മോളെ ആരെങ്കിലും കൂടെ കൂട്ടൂടാ? ഏട്ടത്തിന്റെ രണ്ടാം അച്ഛനാ ഇവളുടെ അച്ഛൻ. അവരും മഹാലക്ഷ്മി തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിനക്കറിയില്ലേ? മഹാലക്ഷ്മി അവൻ എന്ന ശത്രുവാ. അതുകൊണ്ടാ രണ്ടാം അച്ഛനെതിരെ മഹാലക്ഷ്മി മൊഴി കൊടുത്തത്. അതുപോലെയാണോടാ ഇവള്? ഇവൾക്ക് വേണ്ടി ഇപ്പോഴും ആരെയും കൊല്ലാൻ വേണ്ടി നടക്കല്ലേ ജയിലിൽ കിടക്കുന്നവൻ? അതുമാത്രമാണോ? ഇവളും ഇപ്പൊ ജയിലിൽ കിടക്കേണ്ടവളല്ലേ? അമ്മാതിരി പണി കാണിച്ചിട്ടില്ലേ ഇവള് കമലേശ്വരത്തുനിന്ന് പോയത്? തെറ്റ് പറ്റിപ്പോയി ചേട്ടാ, ഇനി ഒന്നും ആവർത്തിക്കില്ല.
നിന്നെ തിരിച്ചു വിളിച്ചോണ്ട് പോകുന്ന ഇവനെ ഇവനെ ഈ കാറിലോട്ട് ചാരി നിർത്തിയിട്ട് ഇവന്റെ നെഞ്ചിടിച്ച് വാട്ടേണ്ടതാ. കുറച്ചു ദിവസം കഴിയുമ്പോ മഹാലക്ഷ്മി കുഞ്ഞുമായിട്ട് അങ്ങോട്ട് മടങ്ങി വരും. ആ സമയത്ത് അമ്മയ്ക്കും കുഞ്ഞിനും വീണ്ടും ആപത്തുണ്ടാക്കാനാണോടാ നീ ഈ പൂതനെ കെട്ടി എഴുന്നള്ളിക്കുന്നത്? ഇവള് പ്രഗ്നന്റ് ആണ് മാർക്കോ. അതൊക്കെ ഞാൻ അറിഞ്ഞു. എടി, അമ്മയാവൻ നിനക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത്? ഈ കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ അതിനെ ജനിപ്പിക്കുന്നത്? ഒരു കാര്യം നിങ്ങൾ രണ്ടുപേരും ഓർത്തോ, ഇനി നിന്നെയൊക്കെ കൊണ്ട് കണ്ണൻ സാറും മഹാലക്ഷ്മിയും അവരുടെ കുഞ്ഞും വിഷമിച്ച അവിടെ തീരും നിന്റെയൊക്കെ ജീവിതം. കണ്ണൻ സാറിനും മഹാലക്ഷ്മിക്കും സ്വന്തം കുടുംബത്തില് മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് നീയൊക്കെയാണ് തടസ്സമെങ്കിൽ പിന്നെ നിന്നെയൊക്കെ കൊന്നിട്ടാണെങ്കിൽ ശരി, അവര് നന്നായിട്ട് ജീവിക്കാനുള്ള അവസരം ഒരുക്കൂടാ ഞാൻ. അത് രണ്ടാളുടെ മനസ്സിൽ വെച്ചോ, പറഞ്ഞില്ലെന്ന് വേണ്ട. ഇവനെ കൊണ്ട് തോറ്റല്ലോ. എന്തായാലും തല്ലാതിരുന്നത് ഭാഗ്യം. ആ, നീ കയറ്. ഇവനെ തീർക്കാതെ നമ്മുടെ ശത്രുക്കളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇറങ്ങി വാ. കയറി വാ. ചെല്ല്. ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ആരാ നിന്നോട് പറഞ്ഞത്? അമ്മേ, എന്റെ കുഞ്ഞുകളുടെ വയറ്റിലുണ്ട്, അതെനിക്ക് മറക്കാൻ പറ്റില്ല. അങ്ങനെ നിനക്ക് മറക്കാൻ പറ്റിയില്ലെങ്കിലേ ഇവളെയും കൊണ്ട് വേറെ എവിടെയെങ്കിലും പോയി നീ താമസിക്കാത്ത എന്താ? എന്തിനാ ഇവളെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്? ഇവളെ ഇനി ഈ വീട്ടിൽ താമസിപ്പിച്ച നിന്റെ അച്ഛന്റെ ആത്മാവ് പോലും ഇത് ക്ഷമിച്ചെന്ന് വരില്ല. കണ്ണം പറയാതെ ഒരു കാരണവശാലും എനിക്ക് ഇവളെ അകത്തേക്ക് കയറ്റാൻ പറ്റില്ല. ഇത് അവന്റെ വീടാ.
മോനെ, പൊരുത്തം വന്നേക്കുക കൊലയാളിയുടെ മോളെയും കൂട്ടിക്കൊണ്ട്. നീ എന്നെ തൊഴുവൊന്നും വേണ്ട. അതിലൊട്ടും ആത്മാർത്ഥതയില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എടാ, ഇവളുടെ മുത്തച്ഛി ഇവൾക്ക് ക്ലാസ് കൊടുത്ത് കാണും മോനെ. ഇങ്ങോട്ട് വന്നിട്ട് എല്ലാവരുടെയും കാല് പിടിച്ചിട്ടാണെങ്കിലും അകത്ത് കയറണമെന്ന്. ഇനിയിപ്പം ഇവളുടെ അച്ഛന്റെ സഹായമൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഇവക്ക് ഇവളുടെ കുഞ്ഞിനും ഒരാൺ തുണ വേണം. അതിനു വേണ്ടിട്ടാ ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നേ. ഇതെല്ലാം നിങ്ങളെല്ലാരും കൂടിയുള്ള ഒത്തുകളിയാണോന്ന് എനിക്ക് സംശയമുണ്ട്. എന്നെ അതിൽ ഉൾപ്പെടുത്തല്ലേ മോനെ. ഇവളെന്റെ മുമ്പിൽ തൊഴുതു നിൽക്കുന്ന പോലെ അമ്മയുടെ സ്നേഹവും അഭിനയമാണോ എന്ന് പറയാൻ പറ്റില്ല. നിനക്ക് ഇപ്പോഴും എന്നെ വിശ്വാസം ഇല്ലേ മോനെ? എനിക്ക് ആരെയും വിശ്വാസമില്ല. എനിക്കിപ്പോ എല്ലാവരെയും പേടിയാ. എന്താടാ, ഇവളുടെ മുത്തശ്ശി നിനക്ക് വല്ല ഓഫറും തന്നോ? എന്തെങ്കിലും നിനക്ക് തരാന്ന് പറഞ്ഞോ അവര്? അല്ലെങ്കിൽ നീ ഇങ്ങനൊരു ത്യാഗം ചെയ്യില്ലല്ലോ. ഇവളുടെ വയലിലൊരു കുഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അവളെ വിളിച്ചോണ്ട് വരില്ലായിരുന്നു കേട്ടോ. അത് നിന്നെ സംബന്ധിച്ചിടത്തോളം അധിക ചെലവല്ലടാ. പ്രഗ്നന്റ് ആയ ഭാര്യ എന്തെങ്കിലും ഒരു ആവശ്യം പറയുമ്പോ നിന്നെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? അച്ഛന്റെ കൊലപാതകത്തിന്റെ കഥ അറിഞ്ഞ ശേഷമാ അവനവന്റെ ഭാര്യയോടുള്ള സ്നേഹം ഒന്ന് കൂടിയത്. ഇനി ഒരു കാരണവശാൽ ഇവളെ ഈ വീടിനകത്ത് കയറ്റരുതെന്ന് കരുതിയിരുന്നവനാ ഞാൻ. പക്ഷേ എനിക്ക് ഇവളുടെ ചേച്ചിക്കൊക്കെ എല്ലാവരോടും ക്ഷമിക്കാനേ കഴിയൂ. അത് ഞങ്ങളുടെ നാശത്തിനാണെന്ന് എനിക്കറിയാം. ഒരു കാര്യം ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതാ ഉണ്ണി. ഇനി ഇവളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു തെറ്റുണ്ടായാൽ ഇവള് മാത്രമല്ല ഇവിടുന്ന് പുറത്തു പോകുന്നത്, ഇവൾക്കൊപ്പം നിനക്കും പുറത്തു പോകേണ്ടി വരും.